ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കടൽക്ഷോഭം തടയുന്നതിനായി സമർപ്പിച്ച പദ്ധതിക്ക് അടിയന്തരമായി അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഇടപെടൽ. മെട്രോപാഡ് നിർമ്മിക്കുന്നതിനായി സമർപ്പിച്ച പദ്ധതിയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന്റെ പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമെന്ന K. രാജൻ MLA. ദുരന്തബാധിതരോട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കേണ്ടത് ധാർഷ്ട്യത്തോടെയല്ല, മാനവിക ഭാഷയിലായിരിക്കണമെന്നും K. രാജൻ. കർഷക തൊഴിലാളികൾ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായായിരുന്നു ഉപരോധം. വാഴക്കോട് ചിറങ്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. പഴയന്നൂർ കല്ലേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. ദിവസങ്ങൾ പഴക്കമുള്ള ജഡമാണ് കരയ്ക്കടിഞ്ഞത്. വാർത്തകൾ വിശദമായി. കടൽക്ഷോഭം തടയുന്നതിനായി സമർപ്പിച്ച 320 കോടി രൂപയുടെ പദ്ധതിക്ക് അടിയന്തരമായി അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. അഴീക്കോട് മുതൽ കയ്പമംഗലം വരെയുള്ള തീരപ്രദേശത്ത് ദേശീയ കടൽ തീര ഗവേഷണ കേന്ദ്രം പരിശോധന നടത്തി കടൽഭിത്തിക്ക് പകരം ടെട്രോപാഡ് നിർമ്മിക്കുന്നതാണ് അനുയോജ്യമെന്ന് കാണിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ടെട്രോപാഡ് നിർമ്മിക്കുന്നതിനായി 320 കോടി രൂപയുടെ പ്രപ്പോസൽ സമർപ്പിച്ച് 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം സെക്രട്ടറി EK ദാസൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന്റെ പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് K. രാജൻ MLA. ദുരന്തബാധിതരോട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കേണ്ടത് ധാർഷ്ട്യത്തോടെയല്ല, മാനവിക ഭാഷയിലായിരിക്കണം എന്നും K. രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LSGD വകുപ്പിന്റെ എല്ലാ പരിപാടികളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ലോക്ഭവൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം തികച്ചും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന നിർദ്ദേശം കേരളത്തിലെ ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ ചീഫായിട്ടുള്ള ചീഫ് സെക്രട്ടറി കൊടുത്താൽ ആ കൊടുത്തത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയത്. മന്ത്രിമാർ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകണം. ലോകഭവൻ തന്നെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കാണ് ഈ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണം ഇത്ര വാശിയോട് കൂടിയിട്ടുള്ള സമീപനം എടുത്തത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങളോട് വിശദീകരിക്കാൻ ബാധ്യസ്ഥരായ മന്ത്രിമാർ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറയുന്നത് സത്യപ്രതിജ്ഞാ ലംഘനവും അപമാനകരവുമാണ്. ദുരന്തബാധിതരോടും ദുരന്തബാധിത പ്രശ്നങ്ങളോടും ധാർഷ്ട്യത്തോടെയല്ല, മാനവികതയുടെ ഭാഷയിലായിരിക്കണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കേണ്ടത്. ദുരന്തബാധിതരോടും ദുരന്ത പ്രദേശങ്ങളിലും സംസാരിക്കേണ്ട ഭാഷ മാനവികതയുടെ ഭാഷയാണ്, നന്മയുടെ ഭാഷയാണ്, കരുതലിന്റെ ഭാഷയാണ്, സഹനത്തിന്റെ ഭാഷയാണ്. യഥാർത്ഥത്തിൽ ഇത്ര വലിയ ഒരു ദുരന്തം എന്ന് വിളിക്കപ്പെടാവുന്ന വിധത്തിൽ ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ചെറിയ ദുരന്തത്തിന്റെ മുമ്പിൽ പോലും പതറുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ കാണാനുണ്ട് എന്നുള്ളത് നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ധാർഷ്ട്യത്തിന്റെ ഭാഷ പ്രയോഗിച്ചുകൊണ്ട് ഒരു ദുരന്ത ഘട്ടത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ഒരു ചെറിയ ദുരന്തത്തിന്റെ മുൻപിൽ പോലും സർക്കാർ പതറുന്ന സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത്. ഒരു ദുരന്തമോ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അത് മറികടക്കുന്നതിന് പകരം നിഷേധാത്മക സമീപനവുമായി മുന്നോട്ടു പോകുന്നത് അവസാനിപ്പിക്കണമെന്നും K. രാജൻ ഓർമ്മിപ്പിച്ചു. TCV തൃശൂർ.
കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടക്കുന്ന ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായി ജില്ലാ സംയുക്ത കർഷക തൊഴിലാളി ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ പട്ടാളം റോഡിലെ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധ സമരവും നടത്തി. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷകദ്രോഹ നയങ്ങൾ ഉപേക്ഷിക്കുക, ഇന്ത്യ-US വ്യാപാര കരാർ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച ഉപരോധം കേരള കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ പാനോളി ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ സെക്രട്ടറി TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു, CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, BKMU ജില്ലാ സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും ടൗൺ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA, AC മൊയ്തീൻ MLA, AITUC ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ്, CPM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരുമായി നൂറുകണക്കിന് ആളുകൾ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ ചിറക്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ തോന്നൂർക്കര സ്വദേശി അർജുൻ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ജോലി സംബന്ധമായ ആവശ്യത്തിനായി എറണാകുളത്തേക്ക് പോവുകയായിരുന്നു അർജുൻ. ചേലക്കര ഭാഗത്തേക്ക് അതിവേഗതയിൽ വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് അർജുന്റെ ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ യുവാവിന് കാലുകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ അർജുനെ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും കാറിന്റെ മുൻഭാഗം ഭാഗികമായും തകർന്നിട്ടുണ്ട്. പഴയന്നൂർ കല്ലേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജുമാ മസ്ജിദ് പള്ളിക്ക് മുൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ കോയമ്പത്തൂരിൽ നിന്നും ഒറ്റപ്പാലം ചുനങ്ങാട് ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിന് ഇടയാക്കിയത്. ചുനങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിലെ ഡ്രൈവർ ഉറക്കത്തിൽപ്പെട്ടതാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു. അപകടത്തിൽ കാർ തകർന്നു. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പടിഞ്ഞാറ് വശം ഇന്ന് രാവിലെയാണ് തിമിംഗലത്തിന്റെ ജഡം അടിഞ്ഞത്. ദിവസങ്ങൾ പഴക്കമുള്ള ജഡം അഴുകിയ നിലയിലാണ്. പുലർച്ചെ ഇത്തിൽ വാരാനെത്തിയ തൊഴിലാളികളാണ് തിമിംഗലത്തെ കണ്ടത്. കുന്നംകുളത്തുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പിഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലബോറട്ടറിയിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചു. വടക്കാഞ്ചേരിയിൽ യുവാവിന് കുത്തേറ്റു. എങ്കക്കാട് സ്വദേശി സൂരജിനാണ് കുത്തേറ്റത്. ആക്രമണത്തിൽ പരിക്കേറ്റ സൂരജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഴാനി റോഡിലെ സ്വകാര്യ ബാറിന് സമീപം മാണീസ് സ്റ്റോഴ്സിന്റെ ഗോഡൌൺ പരിസരത്തായിരുന്നു സംഭവസ്ഥലത്ത് വലിയ അളവിൽ രക്തം വാർന്നുപോയ നിലയിലാണ്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നടത്തറ പഞ്ചായത്ത് കമ്മിറ്റി യോഗം കോൺഗ്രസ് മെമ്പർമാർ ബഹിഷ്കരിച്ചു. മുൻ LDF സർക്കാരിന്റെ കഴിവുകേട് മറച്ചുവെക്കാൻ UDF ഗവൺമെന്റിനെതിരെ വ്യാജ പ്രമേയവുമായി വന്ന LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത്തു ചാക്കോ, മെമ്പർമാരായ ജോയ്സൺ അച്ചാണ്ടി, VA കൃഷ്ണൻ, വിജേഷ് സാബു വലിയവളപ്പിൽ, ഷെർലി മോഹൻ, ഗിരിജ മധു പൊതുവാൾ, സൗമ്യ ബിജു, സന്ധ്യ ശിവദാസൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും കീർത്തനങ്ങളും ആലപിക്കുന്നതിലുപരി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ സുനിൽ P. ഇളയിടം. കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും സംയുക്തമായി സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുധീഷ് അമ്മവീട് അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് PV സജിത, സെക്രട്ടറി MS ദിലീപ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു, നേതൃസമിതി കൺവീനർ ശ്രീനിവാസൻ അയനിപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചും സൂചനാ ബോർഡുകൾ വൃത്തിയാക്കിയും പറപ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകർ മാതൃകയായി.
വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി ജോണി, യൂത്ത് വിംഗ് പ്രസിഡന്റ് സെനിൻ ജോസഫ്, ഡാൽവിൻ ജോൺസൺ, ജിൻജോ തോമസ്, വനിതാ വിംഗ് പ്രസിഡന്റ് റീത്ത തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കെ വത്സരാജ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ, വാർഡ് മെമ്പർ PS ഷാജഹാൻ, വായനശാല സെക്രട്ടറി ജാൻസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. വടക്കാഞ്ചേരി നഗരസഭ മുൻ കൗൺസിലർ KV ലതയുടെ 5ാം അനുസ്മരണ സമ്മേളനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡിവിഷൻ കൺവീനർ ഹസൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, ഡിവിഷൻ കൗൺസിലർ സുമയ്യാബി, മുൻ കൗൺസിലർമാരായ ഐശ്വര്യ, മല്ലിക സുരേഷ്, CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി മണി തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടന്നൂർ ശ്രീ എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ നടന്നു. ഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി ആവണപ്പറമ്പ് നിധിൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി MS നാരായണ അയ്യർ വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ രവി നാരായണൻ, മായ മോഹനൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിന അവധി പത്ര ഏജന്റുമാർക്ക് നിഷേധിച്ച ചില പത്ര മാനേജ്മെന്റുകളുടെ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപവാസ സമരം. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK സത്താർ ഉപവാസമനുഷ്ഠിച്ചു. ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ അംഗങ്ങളായ സലീം രണ്ടത്താണി, ചേക്കുട്ടി കരിപ്പൂർ, റജി നായർ, ബാബു വർഗീസ് തുടങ്ങിയവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. ഇടവേള. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ. മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ കോട്ടകൾ. ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്ര ട്രിപ്പ്. ഭക്തിയോടെ ഉള്ളിൽ സൂക്ഷിച്ചൊരു മൂകാംബിക ദർശനം. കൂട്ടുകാരോടൊപ്പം തായ്ലൻഡിലേക്കൊരു വിനോദയാത്ര. ഇൻട്രൊഡ്യൂസിംഗ് യെസ് ടു ഗോ. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. യെസ് ടു ഗോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാക്കേജ് തിരഞ്ഞെടുക്കും. മാസതവണകളായി അടച്ച് നിങ്ങളുടെ സ്വപ്നയാത്ര ഞങ്ങളോടൊപ്പം ആഘോഷിക്കും. ഇനി സ്വപ്നങ്ങളോട് ധൈര്യമായി പറയാം, യെസ് ടു ഗോ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ്. വാർത്തകളിലേക്ക് വീണ്ടും. വെള്ളത്തിൽ മുങ്ങി ഒരാഴ്ചയോളമായി ഗതാഗതം തടസ്സപ്പെട്ട മനക്കുടി പുള്ള റോഡ് CPM കർഷക സംഘം നേതാക്കൾ സന്ദർശിച്ചു. വാരിയംപടവ്, അഞ്ചുമുറി എന്നീ പാടശേഖര സമിതികൾക്ക് കൃഷിപ്പണികൾക്കായി മോട്ടോർ പ്രവർത്തിപ്പിക്കാനാകാത്ത സാഹചര്യവും സംഘം പരിശോധിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ആഷിഖ് വലിയകത്ത്, വാർഡംഗം ഓമന അശോകൻ, വാരിയം കോൾപ്പടവ് സെക്രട്ടറി KK അശോകൻ, പ്രസിഡന്റ് കുറുവത്ത് പുഷ്കരൻ, CPM കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K രാഗേഷ്, അഞ്ചുമുറി പാടശേഖര സമിതി അംഗം PR ശക്തിധരൻ തുടങ്ങിയവരാണ് സന്ദർശിച്ചത്. BJP ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥയും വെള്ളക്കെട്ടുകളും പരിഹരിച്ച് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം നടത്തി.
BJP സൗത്ത് ജില്ലാ സെക്രട്ടറി ശ്യാംജി മാടത്തിങ്കൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ബൂത്ത് ഇൻചാർജ് മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ലീന ഗിരീഷ്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സതീഷ്, അജു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക, തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വെങ്കിടങ്ങ് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രജിഷ അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി ഷൈജൻ നമ്പനത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ്, ജില്ലാ കമ്മിറ്റി അംഗം ശരവണൻ പാടൂർ തുടങ്ങിയവർ സംസാരിച്ചു. CPI സംഘടിപ്പിക്കുന്ന ഡൽഹി ചലോ മാർച്ചിന്റെ ഭാഗമായി ചാഴൂർ ലോക്കൽ കമ്മിറ്റി നടത്തിയ കാൽനട പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗീതാഗോപി MLA, KK ജോബി, ജാഥ ക്യാപ്റ്റൻ BA ബെന്നി, വൈസ് ക്യാപ്റ്റൻ ഷില്ലി ജിജുമോൻ, KB ഋത്വിക്, EP മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസും ക്ഷേമനിധി വിഹിത സ്വീകരണവും നടന്നു. മത്സ്യത്തൊഴിലാളി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വെങ്കിടങ്ങ് മേഖലാ പ്രസിഡന്റ് UA ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ EV പ്രബീഷ്, CP ഷാജി, KV വേലുക്കുട്ടി എന്നിവർ സംസാരിച്ചു. VV സുജിത്ത്, ഹൈദ്രോസ് കാട്ടൂർ, ജോൺസൺ കാട്ടൂർ എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഏനാമാക്കൽ സെയിന്റ് ജോസഫ് ഹൈസ്കൂളിൽ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനത്തിന് തുടക്കം കുറിച്ചു. 100ഓളം വിദ്യാർത്ഥികളാണ് AA രതീഷിന്റെ നേതൃത്വത്തിലുള്ള കരാട്ടെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചൂണ്ടൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസ് വാവേലി, പ്രധാനാധ്യാപകൻ ജോഷി പോൾ എന്നിവർ സംസാരിച്ചു. പെരുവല്ലൂർ ശ്രീ കോട്ടക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. വിശേഷാൽ പൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി അരുൺകുമാർ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 4 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ട്രസ്റ്റി കല്ലട്ടുകുഴിയിൽ കുഞ്ഞുണ്ണി, T സുരേഷ് കുമാർ, ദേശകമ്മിറ്റി പ്രസിഡന്റ് CN സോമനാഥൻ, സാബു പിള്ളാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂർ വിശുദ്ധ ഏവൂപ്രേസ്യ അതിരൂപതാ തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഏവൂപ്രേസ്യാമ്മയുടെ 20ാമത് തിരുനാൾ ഈ മാസം 20 മുതൽ 29 വരെ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധയുടെ തിരുസ്വരൂപം വഹിച്ചുള്ള വിളംബര ഘോഷയാത്ര പാലിയൂർ മാർത്തോമാ തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് പറപ്പൂർ, ഒല്ലൂർ, ഫൊറോന പള്ളികളിലെ സ്വീകരണത്തിന് ശേഷം വിശുദ്ധ ഏവൂപ്രേസ്യ തീർത്ഥകേന്ദ്രത്തിലെത്തി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര തിരുസ്വരൂപം ഏറ്റുവാങ്ങി. ചടങ്ങുകൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോയി ചിറ്റിലപ്പള്ളി, ഫാദർ സാൽവിൻ കണ്ണനായ്ക്കൽ, ജനറൽ കൺവീനർ ടാജ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. 20 വൈകിട്ട് 5 നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം കൊടിയേറും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ 29 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ജപമാല പ്രദക്ഷിണം നടക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഊട്ടുനേർച്ച വിതരണം ഉണ്ടായിരിക്കും. ആരോഗ്യരംഗത്ത് ജനങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് NHM ജീവനക്കാർ നിർവഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് രാജൻ ജെ പല്ലൻ MLA. ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ അനുകൂല തീരുമാനമെടുക്കണമെന്നും MLA പറഞ്ഞു. നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് KN നാരായണൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, INTUC തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, സീനിയർ ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ TS മായാദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. CPI അയ്യന്തോൾ ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ജാഥ സമാപനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സെപ്റ്റംബർ 1 സംഘടിപ്പിക്കുന്ന ഡൽഹി മാർച്ചിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് കാൽനട ജാഥ നടത്തിയത്. ജാഥ ക്യാപ്റ്റൻ PV സന്തോഷ്, വൈസ് ക്യാപ്റ്റൻ KS അജയ് ഘോഷ്, മാനേജർ ലീന മജീദ്, PV ഗോപി തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശൂരിൽ നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി DYFI വിൽവട്ട മേഖലയുടെ നേതൃത്വത്തിൽ
സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി അരവിന്ദ് പള്ളിയിൽ, DYFI വിൽവട്ടം മേഖലാ സെക്രട്ടറി വിവേക്, പ്രസിഡന്റ് അനുരാഗ് തുടങ്ങിയവർ പങ്കെടുത്തു. പറമ്പന്തള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി കർമ്മങ്ങൾ ബുധനാഴ്ച നടക്കും. രാവിലെ 4:30 മുതൽ 8 വരെ നടക്കുന്ന ബലികർമ്മങ്ങൾക്ക് അങ്കമാലി അജിത് ശാന്തി ആചാര്യ സ്ഥാനം നിർവഹിക്കും. ക്ഷേത്രത്തിൽ നടക്കുന്ന തിലഹോമത്തിന് തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. ഇനി വാണിജ്യം. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി പത്മനാഭന്റെ മണ്ണിൽ നിന്നും വടക്കുന്നാഥന്റെ മണ്ണിൽ വിജയമുദ്ര പതിപ്പിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ സിറ്റി സെന്ററിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച ഹമാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽസ് ആൻഡ് മാനുഫാക്ചേഴ്സിന്റെ 9ാമത് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂമിന്റെ ഉദ്ഘാടനം ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർമാരായ KK എന്ന കൃഷ്ണകുമാർ, രശ്മി മേടയിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത തേക്കിൻകാട് ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ജനറൽ മാനേജർ ജിബിൻ പൗലോസ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രശാന്ത്, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ലക്കി ഡ്രോയിലെ വിജയികളായ 10 പേർക്ക് സിൽവർ റിങ്ങുകളും വിശിഷ്ടാതിഥികൾ ചേർന്ന് സമ്മാനിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നമ്പർ 1 ഹോൾസെയിലേഴ്സായ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂമിൽ ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി അത്യാകർഷകങ്ങളായ നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള സിൽവർ ഓർണമെന്റുകളും വെറൈറ്റി കളക്ഷൻസും ഹോൾസെയിൽ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുമെന്നതാണ് ഹമാര ചോയ്സ് സിൽവർ ഷോറൂമിന്റെ പ്രത്യേകത. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നതാണ് കമ്പനിയുടെ ടാഗ്ലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് 9526725916. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,930 രൂപ, പവന് 1,11,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കടൽക്ഷോഭം തടയുന്നതിനായി സമർപ്പിച്ച പദ്ധതിക്ക് അടിയന്തരമായി അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഇടപെടൽ. മെട്രോ പാഡ് നിർമ്മിക്കുന്നതിനായി സമർപ്പിച്ച പദ്ധതിയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനാൽ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമാണെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന്റെ പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് K. രാജൻ MLA. ദുരന്തബാധിതരോട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കേണ്ടത് ധാർഷ്ട്യത്തോടെയല്ല, മാനവിക ഭാഷയിലായിരിക്കണമെന്നും K. രാജൻ. കർഷക തൊഴിലാളികൾ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായായിരുന്നു ഉപരോധം. വാഴക്കോട് ചിറങ്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. പഴയന്നൂർ കല്ലേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർന്നു. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. ദിവസങ്ങൾ പഴക്കമുള്ള ജഡമാണ് കരയ്ക്കടിഞ്ഞത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.